നമ്മളിന്ന് പോകാൻ പോകുന്നത് ചാരുവിടെ അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് വളക്കൈ എന്ന് പറയുന്ന സ്ഥലമാണ്. തളിപ്പറമ്പ് വളക്കൈ, തളിക്കമ്പ് ശ്രീകണ്ഠാപുരം റൂട്ടിൽ വളക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളെത്താൻ പോകുന്നത് ചേരംകുന്നാണ് കേട്ടോ. ചേരംകുന്ന് ഇവിടെ നല്ല പുതിയൊരു പള്ളി പണിയുന്നുണ്ട്. നല്ല വലിയൊരു പള്ളിയാണ് കേട്ടോ. ആ പള്ളി ഇപ്പം നമുക്ക് കാണാൻ പറ്റും. ഈ വളവ് കഴിഞ്ഞ പാട് വലിയ പള്ളിയാണ്. മുന്നേ പള്ളി ഉണ്ടായിരുന്നു, അതിന് തൊട്ടുമുട്ടിട്ട്. ഇത് ഏത് കമ്മ്യൂണിറ്റിൻ്റെ ആണെന്ന് അറിയില്ല, പക്ഷെ വലിയൊരു നല്ല രസമുള്ള പള്ളിയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം അടുത്തെത്തും നമ്മൾ കേട്ടോ. നമ്മുടെ തളിപ്പറമ്പിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അടുത്തുണ്ടാവും നാനയുടെ വീട്ടിലേക്ക് കേട്ടോ. നമ്മൾ വൈകുന്നേരം വിഷു ആയതുകൊണ്ട് വിഷു ദിവസം വൈകുന്നേരം അങ്ങനെ ഇറങ്ങിയതാണ്. നാനയുടെ അച്ഛനും അമ്മേനെയൊക്കെ കാണാമെന്ന് വെച്ചിട്ട്. അച്ഛനമ്മ, നാനയുടെ ബ്രദർ, ചാരുവിൻ്റെ മാമൻ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇത് പഴയൊരു പള്ളി ഉണ്ട് കേട്ടോ ഇവിടെ. ചേരംകുന്ന് എന്ന് പറയുന്ന സ്ഥലമായത്. വൈകുന്നേരങ്ങൾക്ക് ഇന്ന് വിഷു ദിവസമായതുകൊണ്ട് ട്രാഫിക് കുറച്ച് കുറവാണ്. വണ്ടിയൊന്നുമില്ല റോട്ടിൽ. എന്നാലും കുറേ പേര് മാങ്ങ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ. ഈ വഴിയിൽ സ്വന്തമായിട്ട് ചക്ക, മാങ്ങ, കൈതച്ചക്ക അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. നമുക്ക് പോകുമ്പോൾ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും റോഡ് സൈഡിൽ നിന്ന് തന്നെ. ഇത് പുതുതായിട്ട് വന്നൊരു പമ്പാണ്, പെട്രോൾ പമ്പ്. ഈ ചായ കണ്ടോ, ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര ആൾക്കാർ കേട്ടോ ആ ചായ ഷോപ്പിൽ. ഈ റൂട്ട് ഭയങ്കര വളവും തിരിവുള്ള റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ട റൂട്ടാണ്, കുറച്ച് കെയർഫുള്ളായിട്ട്. ബാംഗ്ലൂരിൽ നിന്ന്, മൈസൂരിൽ നിന്നൊക്കെ വരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലേക്ക് വരുന്ന വണ്ടികളൊക്കെ തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകേണ്ടതൊക്കെ ഈ റൂട്ട് വഴിയാണ് വരിക ഒട്ടുമിക്കത്. അപ്പോൾ കുറേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവും വണ്ടികളൊക്കെ വരുന്ന റൂട്ടായത്. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ടാണ് പൊതുവെ റോഡിൽ വണ്ടി കുറവാണ്. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തെത്താനായി. അപ്പോൾ ഈ റൂട്ടിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ഒരുപാട് മാവുകളുണ്ട് കേട്ടോ. നമ്മളീ പോകുന്ന വഴിയിൽ പഴയ വർഷങ്ങൾ പഴക്കമുള്ള മാവുകളുണ്ട്. അതിലൊക്കെ മാങ്ങയും ഉണ്ടാവാറുണ്ട്. നല്ല നമ്മളെ നാടൻ പുളിയൻ മാങ്ങ എന്ന് പറയും നമ്മുടെ കണ്ണൂർ ഭാഷയിൽ. ആ മാങ്ങ നമുക്ക് എപ്പറ കേട്ടോ റോഡ് സൈഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പല ആൾക്കാരും ഇതിനായിട്ട് കാറ്റടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും ഇത് പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാരുവിൻ്റെ കൈനീട്ടൊക്കെ എടുത്ത് കാണിക്കാം കേട്ടോ. ക്യാമറ കണ്ടപ്പോൾ ചാരു ആ കൈനീട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. നമ്മളങ്ങനെ മാങ്ങ പറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റോഡ് സൈഡാക്കി. മാങ്ങയും പറക്കാൻ വേണ്ടിയിട്ട് ചാരുവും കൂടി വരാമെന്ന് പറഞ്ഞു. ഈ മാങ്ങയുണ്ടല്ലോ, നല്ല മാമ്പഴ പുളിശ്ശേരിയോ അല്ലെങ്കിൽ നമ്മൾ വെറും ഉപ്പും മുളകും ഇട്ടിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ചോറ് കഞ്ഞീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. മധുരമുള്ള മാങ്ങ, കുഞ്ഞു മാങ്ങയില്ലേ, നമ്മൾ പുളിയൻ മാങ്ങ എന്ന് പറയാം കണ്ണൂർ ഭാഷയിൽ. നിങ്ങളെന്താ പറയാമെന്നറിയില്ല. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് മാങ്ങ. അപ്പോൾ ഈ മാങ്ങ പറക്കാനായിട്ട് ആൾക്കാരിവിടെ വന്നിരിക്കും കേട്ടോ ഈ കാറ്റടിക്കുന്ന സമയത്ത്. ഇപ്പോഴും നല്ലോണം ഉണ്ട് മാങ്ങ, നമുക്ക് കിട്ടുമെന്നറിയില്ല. അങ്ങനെ ചാരുവിനോട് പറഞ്ഞു, ചാരുവും വാന്ന് പറഞ്ഞിട്ട് ചാരുവെല്ലാം കാണട്ടെ എങ്ങനെയാണ് മാങ്ങ കിട്ടുന്നത് പറക്കുന്നതൊക്കെ. അങ്ങനെ ചാരുവിനെയും കൂട്ടി അതിനെ ഇറങ്ങിയില്ല കേട്ടോ. ചാരും ഞാനും കൂട്ടിയിട്ട് മാങ്ങ പറക്കാൻ പോയി. ഫസ്റ്റ് തന്നെ ഒരു മാങ്ങ കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ കിട്ടുമെന്ന് വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു, പാക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നേ. ചാരുവും ഞാനും കൂടിയിട്ട് മാങ്ങ തപ്പിയുള്ള യാത്ര കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മധുരമുള്ള മാങ്ങ. വെറുതെ നമ്മൾ ഉപ്പും നല്ല ചുട്ട വറ്റൽമുളകിലിട്ടിട്ട് കഞ്ഞിയ ചോറിൻ്റെ കൂടെയൊക്കെ വെറുതെ കറിയൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് നമ്മൾ വരുന്നതിന് മുന്നേ ആരോ പുറക്കി കൊണ്ടുപോയി കേട്ടോ. റോഡ് സൈഡായതുകൊണ്ട് ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് എപ്പോഴും ഉണ്ടാവും ഈ റൂട്ടിൽ. അങ്ങനെ
1-2 മാങ്ങ കിട്ടിയതേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും കാണുന്നില്ല. എല്ലാവരും തൊട്ട് മുന്നേ പറക്കി കൊണ്ടുപോയതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മാങ്ങ കിട്ടാതെ തിരിച്ച് വണ്ടിയിലേക്ക് വരികയാണ്. പുറത്തിറങ്ങാൻ മടിച്ച് ഞാൻ ഒന്നിൽ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. നമ്മൾ മാങ്ങ തപ്പിയുള്ള യാത്ര വീഡിയോ എടുക്കുമായിരുന്നു ഞാൻ. അങ്ങനെ മാങ്ങയൊന്നും കിട്ടാതെ ചാരോട്ട് അങ്ങോട്ട് ഓരോ സ്ഥലത്ത് പോയി നോക്കുക. ചാരുവിനോട് പറഞ്ഞാൽ നമുക്ക് പോവാം, അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് പറഞ്ഞിട്ട് വലിച്ചിട്ട് വരുന്നില്ല ചാരു. അങ്ങനെ ചാരുവിനെ തിരിച്ച് വിളിച്ച് നമ്മൾ വണ്ടിയിലേക്ക് മടങ്ങി കേട്ടോ. ഇതിവിടെ നേനയുടെ വീട്ടിൽ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പിറക്കാൻ പോയത്. അവിടെ ആകുമ്പോൾ അവർ കറി വെക്കും നല്ല വൃത്തിക്കമ്മ. അങ്ങനെ കിട്ടിയ മാങ്ങ എടുത്തിട്ട് നമ്മൾ വണ്ടിയിലേക്ക് തിരിച്ച് യാത്ര തുടങ്ങി കേട്ടോ. ഇവിടുന്ന് വീണ്ടും നമ്മൾ വീട്ടിൽ കയറാതെ വീടെത്തുന്ന സ്ഥലം കഴിഞ്ഞിട്ടോ നേരെ ശ്രീകണ്ഠാപുരം എത്തണ്ട നമ്മുടെ വീട്. ശ്രീകണ്ഠാപുരത്ത് നിന്ന് നമ്മൾ ഈ പറഞ്ഞ മാങ്ങ പറിക്കാൻ നിന്ന് ചേരംകുന്ന് അതിനിടയിലുള്ള സ്ഥലം കേട്ടോ, ചെങ്ങളായി എന്ന് പറയും. അങ്ങനെ നമ്മൾ വിചാരിച്ചു കുറേ നാളായി പഴശ്ശി ഡാമിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം. പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് പോയതാണ്. അങ്ങനെ അവിടേക്ക് യാത്ര തുടങ്ങി കേട്ടോ. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ പഴശ്ശി. ഇരിക്കൂറും കഴിഞ്ഞിട്ട് പോകണം, ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ പഴശ്ശി ഡാമിലേക്കുള്ള യാത്ര തുടങ്ങി നമ്മൾ. ശ്രീകണ്ഠാപുരം ടൗണിൽ നിന്ന് തലപ്പുറമ്പിൽ നിന്ന് വരുവാണെങ്കിൽ ശ്രീകണ്ഠാപുരം ടൗണിൽ നിന്ന് റൈറ്റിലേക്ക് പോകും. പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വൺ ഡേ ടൂറൊക്കെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാം. പഴശ്ശി ഡാമിലേക്കൊക്കെ കൊണ്ടുവരും. ആ പണ്ട് വന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, UP സ്കൂളിലൊക്കെ നമുക്കടുത്ത് പോയി വരാൻ പറ്റുന്നൊരു കേന്ദ്രമാണ് പഴശ്ശി ഡാം. പക്ഷെ അത് പണ്ടൊക്കെ കുറേ വലിയ ഗാർഡനൊക്കെ ആക്കിയായിരുന്നു. അതൊക്കെ നശിച്ചു പോയി തോന്നുന്നു. ഇപ്പം എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് കോട്ടൂർ പാലം, ഫേമസ് സമുദ്ര ബാർ ഇവിടുത്തെ. പോയേനെ ആളൊരു കൂസലില്ലാതെ നടന്നു പോകുന്നില്ല. ബാറിൽ നിന്ന് സാധനം അടിച്ചിട്ട് വരുന്നതായിരുന്നു. ശ്രീ മഹാദേവി ക്ഷേത്രം, ദേവി ക്ഷേത്രം കേട്ടോ. കുറേ പേര് വരാനുണ്ട്. ഇവിടെ എന്തോ മറികൊത്തലോ അങ്ങനെ എന്തോ പ്രശസ്തമായി ആചാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരമ്പലമാണ്. വിഘ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇരിക്കൂർ ടൗൺ കേട്ടോ. ഇരിക്കൂർ ടൗണെത്തി നമ്മൾ. ഇരിക്കൂറാണ് ഈ മാമാനത്തമ്പലം കേട്ടോ. വരുന്നവർ ശ്രദ്ധിക്കുക. ഈ ചെറിയ ടൗണാണ്. ഇവിടെ എപ്പോഴും തിരക്കുള്ളൊരു ടൗണാണ് ഇരിക്കൂർ. വണ്ടി രണ്ട് ചെറിയൊരു വീതിയുള്ള റോഡേ ഉള്ളൂ. പഴയ കടകളാണ് എല്ലാം. വീതി കൂട്ടാൻ സമ്മതിക്കാത്തത് കാരണം, വേറെ ഓപ്ഷൻ ഇല്ലാത്തതും കാരണം പഴയ റോഡ് ചെറിയ രീതിയിൽ നവീകരിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു അമ്പലമില്ലേ, ശിവക്ഷേത്രം.
എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ ഒന്നാമത്തെ റോഡിന് അത്ര വീതിയില്ല. അപ്പോൾ 2 സൈഡ് പാർക്കിംഗ് കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിയില്ലാത്ത അവസ്ഥയാണ്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് എടുത്തു തോന്നുന്നു അല്ലേ? ഇവിടെ ബസ് സ്റ്റാൻഡ്, ഇരിക്കൂർ ബസ് സ്റ്റാൻഡ്. പോലീസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എല്ലാം അടുത്തടുത്താണ്. ഇരിക്കൂർ ബസ് സ്റ്റാൻഡ്. ഇതൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് പോകുന്ന വഴി എടുക്കുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാമാനത്ത് അമ്പലത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പഴശ്ശി ഡാമിലോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോളൂ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ചെയ്യുന്നത്. ഇതാണ് ഇരട്ടിപ്പുഴ. നമ്മൾ പുഴേൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. കാണുമോന്ന് അറിയത്തില്ല. കർണാടകമായിട്ട് നമ്മൾ കണക്ട് ആവുന്ന ഒരു പാലമുണ്ട് ഈ പുഴക്കപ്പുറം. അതുവഴിയാണ് നമ്മൾ കർണാടകത്തിലേക്ക് പോകുന്നത്. നമുക്ക് കർണാടക, ബാംഗ്ലൂർ ഒക്കെ പോകാൻ ഭയങ്കര എളുപ്പമാട്ടോ ഇതുവഴി വന്നു കഴിഞ്ഞാൽ. കണ്ണൂർ, മലബാർ ഏരിയയിലുള്ളവർക്ക് പൊതുവെ എളുപ്പമാണ്. ബാംഗ്ലൂർ, മൈസൂരൊക്കെ പോകും. നമുക്ക് 3 മണിക്കൂർ 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ എത്തും. എളുപ്പമാണ്. ഇപ്രാവശ്യം എല്ലാവരും സ്ഥലത്തും മാങ്ങയുണ്ടല്ലോ. ഒത്തിരി മാങ്ങയുണ്ട്. മാങ്ങ കാഴ്ചക്കുന്നുണ്ട് ഒരുപാട്. അതേപോലത്തെ വീട് നേരത്തെ കണ്ട്. ഇരിട്ടിക്ക് 14 കിലോമീറ്റർ കേട്ടോ. ആറളം ഫാമുണ്ട്. ആറളം വൈൽഡ് ലൈഫ് ഫാമാണ് ആറളം. ഓക്കെ. നമ്മൾ ഇങ്ങോട്ട് കയറി കേട്ടോ. കൊയിലൂർ, പടിയൂർ ഇതൊക്കെ ഇവിടുത്തെ അമ്പലങ്ങളാണ്. ഇവിടെ നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് കയറി കേട്ടോ. പഴശ്ശി ഡാമിനെ നമ്മൾ കാണിച്ചു തരാൻ വിട്ടുപോയി. ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി. അപ്പുറത്തേക്ക് പോവോ വണ്ടി? കാറ് പോവോ അപ്പുറത്തേക്ക്? കാറ് എവിടെയാ ഗാർഡൻ? അപ്പുറത്താ?
പാപ്പി